നോമ്പുകാല ധ്യാനം 24-ാം ദിവസം കുരിശുമരം. ഈ നോമ്പുകാലത്ത് വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമാകണം. കുരിശുമരം നമുക്ക് വഴികാട്ടിയാകണം. എല്ലാ മരങ്ങൾക്കും മരക്കുരിശാകാനുള്ള സാധ്യതയുണ്ട്. തെന്നിമാറുന്നതുകൊണ്ടും കാതലില്ലാത്തതുകൊണ്ടും പല മരങ്ങളും പാഴ്മരങ്ങളാണെന്നറിഞ്ഞ് തച്ചൻ എല്ലാ മരങ്ങളെയും മരക്കുരിശാക്കാറില്ല. നോമ്പുകാല സായാഹ്ന പ്രാർത്ഥനകളിലെ ഗീതം നമ്മൾ വായിച്ച് ധ്യാനിക്കണം. ഇലകൾ ഉണങ്ങിയ കാട്ടുമരം ഞാൻ എന്ന് തുടങ്ങുന്ന വരി നമുക്ക് ജീവിതത്തോട് ബന്ധപ്പെടുത്തി ധ്യാനിക്കേണ്ടതാണ്. മരമാണ് നീയും ഞാനും. ആരുടെയോ കാരുണ്യം കൊണ്ട് വെട്ടി അടുപ്പിൽ വയ്ക്കുന്നില്ലെന്ന് മാത്രം. ഇലകൾ വാടി പൂക്കൾ കരിഞ്ഞ് വേരുകളറ്റ് അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് പ്രായത്തിൻ്റെ അത്രയും നാളുകളേറെ ആയി. ക്രൂശിത, നിൻ്റെ തിരുവിലാവിൽ നിന്നും ഒഴുകുന്ന ചോരയും നീരും നൽകി ഞാനാകുന്ന മരത്തെ നീ വീണ്ടും വളർത്തണേ. നന്മയും പുണ്യവും തെല്ലുമില്ലാത്ത എൻ്റെ ജീവിതമരത്തിൽ നീ കൂടുകൂട്ടുക. എനിക്ക് ആറ്റുതീരത്ത് നട്ട മരമാവാനും നിൻ്റെ മേനി ചുംബിക്കുന്ന മരക്കുരിശു മരമാകാനും ആഗ്രഹമുണ്ട്. ഇതാ ഞാൻ കാൽവരിക്കുന്നിൽ നീ ചിന്തിയ ചോരയാൽ ഞാനെന്ന കരിഞ്ഞ മരം തളിർക്കട്ടെ. എൻ്റെ വേരിൽ നിൻ്റെ ജീവജലം നിറയട്ടെ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. സങ്കീർത്തനങ്ങൾ 14-ാം അധ്യായം 3-ാം വാക്യം.